നമസ്കാരം. എമ്പുരാൻ മൂവി റിലീസാകാൻ പോവാണ്. എമ്പുരാൻ റിലീസാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ആരും കാണാത്തത്ര ഒരു ഹൈപ്പ് ഇപ്പം നിലവിൽ ഓൾറെഡി ഉണ്ട്. ഈ എമ്പുരാൻ മൂവി ഒരു സാധാരണ മൂവി ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജ് മലയാളത്തിൽ നിന്ന് ഒരു ഹോളിവുഡ് സ്റ്റൈല്, ഒരു ബോളിവുഡിനെ കാഴ്ച വെക്കുന്ന തെന്നിന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുവരെ ആരും കാണാത്ത ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായി വരണമെന്ന് അതിഭയങ്കരമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ട ഹോംവർക്കും ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത്. വെറുതെ ഒരു സിനിമ വരുന്നില്ല, ഇൻ്റർനാഷണൽ ലെവലിൽ എടുത്തു വെക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും എമ്പുരാൻ. ഇത് ഞാൻ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല കേട്ടോ. എമ്പുരാൻ സിനിമയിൽ നമ്മളൊന്നും വിചാരിക്കാത്ത പല ട്വിസ്റ്റുകളുണ്ട്. അതായത് ഈ ഈ സ്റ്റീഫൻ എന്ന കഥാപാത്രം, മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരുപാട് ദുരൂഹതയുള്ളൊരു കഥാപാത്രമാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഭാഗം ലൂസിഫറിൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നും ഒരു വിവരമില്ല, ആരാണ് എന്താണ് അങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല. പക്ഷെ അവസാനം ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റൊരു മുഖം കാണിച്ചു തരുമ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് റിവീൽഡ് ആകാൻ വേണ്ടി പറ്റുന്നത്. അതായത് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് ഇതിൻ്റെ മൂന്നാം ഭാഗം വരുമ്പം ഒരിക്കലും ഒരാളും മനസ്സിലാക്കാത്ത, ഒരിക്കലും ചിന്തിക്ക് പോലും ചെയ്യാത്ത പല ടെസ്റ്റുകൾ ഇതിൻ്റെ മൂന്നാം ഭാഗത്തുണ്ടാവും. ആ റൈറ്ററുടെ ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ്. അതായത് ഈ ലോകം മൊത്തം ഭരിക്കുന്ന ഇല്ലൂമിനാറ്റി, ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പം അതാരായിരിക്കും? അവരാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു സിനിമയിലും ഒരു കഥാപാത്രവും ഒരു ഹീറോയും അവതരിപ്പിക്കാത്ത ഒരു ക്യാരക്ടർ, അതാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞാൽ. ലോകത്തിൽ ഒരേ ഒരു രാജാവ്, അയാളുടെ പേരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, മോഹൻലാലിൻ്റെ കഥാപാത്രം. ആയുധ കച്ചവടമാണെങ്കിലും, ഗോൾഡ് ബിസിനസ് ആണെങ്കിലും, മൈനിങ് ആണെങ്കിലും, പെട്രോളിയം ആണെങ്കിലും, പൊളിറ്റിക്സ് ആണെങ്കിലും, എല്ലാത്തിനും അവസാനം ഒരൊറ്റ വാക്ക്, അത് വേൾഡ് വൈഡ്, ഇന്ത്യയിലല്ല കേരളത്തിൽ മാത്രമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേരുകൾ കേരളത്തിലാണ്. കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, വേരുകളൊക്കെ കേരളത്തിലാണ്. മലയാളിയായിട്ടുള്ള ഇൻ്റർനാഷണൽ ഡോൺ, ഭയങ്കര കോൺസെപ്റ്റാണ്. പിന്നെ ദൃശ്യവിസ്മയം എന്ന് പറഞ്ഞാൽ 100% ഒന്നാം ഭാഗത്ത് നമ്മൾ കണ്ട ലൂസിഫറിൽ കണ്ട ദൃശ്യവിസ്മയം ആയിരിക്കില്ല രണ്ടാം ഭാഗത്ത്. നല്ല ഗംഭീര ഷോട്ടുകൾ, VFXൻ്റെ ആധുനിക സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി, എന്താ പറയുക, പുത്തൻ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളൊക്കെ ഭ്രമിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന, കിടിലം കൊള്ളിക്കുന്ന അടിപൊളി സാധനം പിന്നെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഇതൊരു പ്രഡിക്ഷൻ അല്ല കേട്ടോ. സത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മേക്കിങ് കാണുമ്പോൾ അറിയാം. ഇനിയിപ്പം അശ്വന്ത് കൊക്കിനെ പോലുള്ള വന്നിട്ട് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഉണ്ട ശരിയായില്ല, തോക്കിലിട്ട ഉണ്ട, മിസൈൽ ഈ സാധനമല്ല കയറ്റുന്നതെന്നൊക്കെ ചിലപ്പോൾ അവൻ പറയും. വെടിവെച്ച ശരിയായില്ല എന്നൊക്കെ പറയും. മോഹൻലാലിൻ്റെ ആ വെടി ശരിയായില്ല, മോഹൻലാൽ തോക്ക് പിടിച്ച ശരിയായില്ല, ഉണ്ടിട്ട ശരിയായില്ല എന്നൊക്കെ ചിലപ്പോൾ കൊക്കിനെ പോലുള്ള ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ ഒരു പക്ഷേ നമ്മൾ പറയണം, മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ, ഐത്തം, അതേപോലെ മോഹൻലാലിൻ്റെ വേറെ ഒരുപാട് സിനിമകളുണ്ട്. 20-ാം നൂറ്റാണ്ട്, രാജാവിൻ്റെ മകൻ, പിന്നെ അതേപോലെ വേറെയുണ്ട് സിനിമകൾ, അഭിമന്യു, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ. ആ സിനിമകളുടെ ഒക്കെ ടോപ്പിൽ എടുത്തു വെക്കാൻ പറ്റിയൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവൽ മൂവി. ലാലേട്ടനൊക്കെ അല്ലെങ്കിൽ പാൻ ഇന്ത്യനാണ് ഒരു മൂവി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ മൂന്നാം ഭാഗത്ത്
ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രഹാം ഖുറേഷിയും ഒരാൾ തന്നെയാണോ അതോ രണ്ടാണോ എന്നൊരു സംശയം എനിക്കിങ്ങനെ മനസ്സിലുണ്ട്. ഇതിന് മൂന്നാം ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെട്രോളിയം ഖനനം, ആയുധ കച്ചവടം, വാഹന കച്ചവടം, വിവിധ ബിസിനസ്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ. അതിന് എതിരാളികളുണ്ട്, ഇയാൾക്ക് തക്ക എതിരാളികളുണ്ട്. അപ്പോൾ നല്ലൊരു ഫൈറ്റിങ്, നല്ലൊരു മൂഡിലിരുന്ന് കാണാൻ പറ്റിയ ഒരു എന്താ പറയുക, ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ അതിൽ പിന്നെ എല്ലാം കൂടി എല്ലാ ചേരുവകളും കൂട്ടിച്ചേർത്തൊരു നല്ല സിനിമയായിരിക്കും എമ്പുരാൻ. ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യാണ്, എമ്പുരാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കോടികൾ വാരുന്ന, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോടികൾ വാരിയ സിനിമയുടെ കൂട്ടത്തിൽ ചേർത്ത് വെക്കാൻ പറ്റിയ സിനിമ. ഹൈപ്പിനനുസരിച്ചുള്ള സാധനങ്ങളും ആ സിനിമയിലുണ്ടാവും. സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡയറക്ഷനും മോഹൻലാലിൻ്റെ കഥാപാത്രവും മുരളി ഗോപിയുടെ ആ എഴുത്തൊന്നും പാടാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം അവർ കൃത്യമായി പഠിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച്. എങ്ങനെയാണത് വർക്കൗട്ടാണ് ഈ മെക്കാനിസം. ഈ പിന്നെ രാഷ്ട്രീയക്കാരനും മാഫിയയും അതേപോലെ ഈ ബിസിനസ്സുകാരും, കച്ചവടക്കാർ, ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, ഇവർ തമ്മിലുള്ള ഒരു മെക്കാനിസം എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നതെന്ന് കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ നന്നായിട്ട് നല്ല രീതിയിൽ ഗവൺമെൻറ്റുകളെയും കൊട്ടുന്നുണ്ടാവും. എല്ലാ ഗവൺമെൻറ്റുകളും നന്നായിട്ട് കൊട്ടും. പൊളിറ്റീഷ്യന്മാർക്കിട്ട് നല്ല അടിയുണ്ട്. അതേപോലെ രാഷ്ട്രീയക്കാർക്കിട്ടും പൊളിറ്റീഷ്യൻസിനും ബിസിനസ്സുകാർക്കിട്ടും നല്ല അടിയുണ്ട്. ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നവന്മാർക്കിട്ടൊക്കെ നല്ല രീതിയിലുള്ള പൊട്ടിക്കൽ ഈ സിനിമയിൽ പൊട്ടിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ത്രില്ലടിക്കും. ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് പിന്നെ എന്താ പറയുക, ഈ ലഹരി മാഫിയ. എന്തായാലും അബ്രഹാം ഖുറേഷി ഒരു ലഹരി മാഫിയൻ്റെ ആളല്ല. അയാൾ ബിസിനസ്സുകാരനാണ്, നല്ലൊരു ബിസിനസ്സുകാരനാണ് അയാൾ. പക്ഷേ ലഹരി മാഫിയൻ്റെ ആളല്ല. ബട്ട് ഈ ലഹരി മാഫിയൻ്റെ ആൾക്കാർ, ലഹരി മാഫിയ നടത്തുന്നവരും ലഹരി വിൽക്കുന്നവരും ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നവരും ഇല്ലീഗലായിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ കളിക്കുന്ന ആളുകളും പിന്നെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ശത്രുക്കളാണ്. അവരുമായിട്ടുള്ള യുദ്ധം അതൊരു ഭീകര പരിണാമമായിരിക്കും. അത് കാണാനാണ് കാത്തിരിക്കുന്നത്. നല്ല മോഹൻലാൽ ശരിക്കും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു ഇത് തന്നെ. അല്ല, മമ്മൂട്ടിയാലും മോശമൊന്നുമില്ല. മമ്മൂട്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അർത്ഥം തന്നെ സിനിമയിൽ മമ്മൂട്ടീൻ്റെ ഒരു ഫിഗറുണ്ട്, ഭയങ്കര ഭംഗി. അതിൽ മമ്മൂട്ടീൻ്റെ നിറക്കൂട്ടം തന്നെ ഒരു സിനിമയിലിട്ട് മമ്മൂട്ടീൻ്റെ ആ ഫസ്റ്റ് ഹാഫ്, അതിൽ മമ്മൂട്ടീൻ്റെ ഫിഗർ ഭംഗിയുള്ള ഫിഗറാണ്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. മലയാള സിനിമ ഇതുവരെ കാണാത്ത ഹൈപ്പോടുകൂടി വിടുന്ന മോഹൻലാലിൻ്റെ ആ മനോഹര സിനിമ ലോകം ഏറ്റെടുക്കുന്ന ദിവസം അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സിനിമ ഭയങ്കര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നുവരെ കാണാത്ത പിന്നെ ട്രിക്കുകൾ, ഒരുപാട് ട്രിക്കുകൾ സിനിമയിലുണ്ട് കേട്ടോ. 100% ഉറപ്പിച്ചു. നമ്മൾ കാണാത്ത പുതിയ പുതിയ കാഴ്ചകളെ സിനിമ കാണിച്ചു. ആധുനിക സംവിധാനങ്ങൾക്ക് ഇത്രയും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് മലയാളിയെ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും. ലോകത്തിന് മുമ്പിൽ മലയാളത്തിൽ നിന്ന് എടുത്തു വെക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും എമ്പുരാൻ. 1000 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ്റെ കളക്ഷൻ. ബൈ ബൈ ബൈ.